ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ് ഗ്രേഡ് 7-ലെ ബാക്കിയത്തെ പോർഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പോർഷൻസ് 3-4 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക. ഇനി അടുത്തത് വരുന്നത് പോപ്പുലേഷൻസ് ഓഫ് സിറ്റീസ്. ഇവിടെ ഒരു 20 സിറ്റീസിൻ്റെ പോപ്പുലേഷൻ പറഞ്ഞിട്ടുണ്ട്. 2001-ലെയും 2011-ലെയും പോപ്പുലേഷനാണ് കമ്പയർ ചെയ്തത്. മിക്ക സിറ്റീസിലും കാണാൻ പറ്റും 2001-ൽ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ്റെയൊക്കെ കൂടുതലാണ് 2011-ലെ പോപ്പുലേഷൻ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം 43 എന്ന് പറയുന്നത് 84 ആയി, ഡബിളായി. അതിൻ്റെ അകത്ത് 36 68 ആയി, ഡബിളായി. അതുപോലെ തന്നെ ചിലയിടത്ത് ഇവിടെ ഒരു കേസിൽ മാത്രമാണ് പോപ്പുലേഷൻ കുറഞ്ഞു പോയിട്ടുള്ളൂ. കൊൽക്കത്തയിലെ പോപ്പുലേഷൻ 45 ലാക്കായിരുന്നു, അതിവിടെ വന്നപ്പോൾ 44 ലാക്കായിട്ട് മാറി. ബാക്കി എല്ലായിടത്തും തന്നെ ഇവിടെയാണെങ്കിലും എല്ലായിടത്തും ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. ചിലയിടത്ത് ഇരട്ടി വന്നിട്ടുണ്ട്, ചിലയിടത്ത് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആകെ ഒരു കൊൽക്കത്തയിൽ മാത്രമാണ് ഡിക്രീസ് വന്നിട്ടുള്ളൂ 2001-ഉം 2011-ഉം കമ്പയർ ചെയ്യാൻ നേരത്തെ. ബാക്കിയത്തെ ഏത് നോക്കിയാലും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇനി അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് യുവർ ജനറൽ ഒബ്സർവേഷൻ അബൌട്ട് ദിസ് ഡേറ്റ, ഷെയർ ഇറ്റ് വിത്ത് ദ ക്ലാസ്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ജനറൽ ഒബ്സർവേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നതിലും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിക്ക കേസസിലും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് സിറ്റീസ് ഷോസ് ഇൻ ദ ടേബിൾ ഹാവ് seen a significant rise in population from 2001 to 2011. 2001 മുതൽ 2011 ആയത്തേനും എല്ലായിടത്തും തന്നെ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്തത്. പക്ഷെ ഒരിടത്ത് മാത്രമേ അത് പോപ്പുലേഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. ഡിക്രീസ് ചെയ്തിരിക്കുന്നത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അത് വന്നിരിക്കുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ഒരു ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും ഇൻക്രീസ് ആണ് വന്നേക്കുന്നത്. ചിലയിടത്ത് അത് 2 ഇരട്ടി ഇൻക്രീസ് ആയിട്ടും വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ എബവ് ഡേറ്റ. ഈ ഡേറ്റയ്ക്ക് വരുന്ന ടൈറ്റിൽ എങ്ങനെയാണ്? അപ്പോൾ പോപ്പുലേഷൻ ഓഫ് 20 ഇന്ത്യൻ സിറ്റീസ് ഇൻ 2001 ആൻഡ് 2011. 2001-ലെയും 2011-ലെയും ഒരു 20 സിറ്റീസിൻ്റെ പോപ്പുലേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് പൂനെ ഇൻ 2011? അപ്രോക്സിമേറ്റ്ലി ബൈ ഹൗ മച്ച് ഹാസ് ഇറ്റ് ഇൻക്രീസ്ഡ് കമ്പയർഡ് ടു 2001? അപ്പോൾ ഇവിടെ പൂനെയിൽ എത്രയാണ് പോപ്പുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2001-ൽ നിന്ന് 2011 ആയത്തേനും അത് എന്തോരം കൂടിയിട്ടുണ്ടെന്ന്. പൂനെയിൽ നോക്കുക. പൂനെയിലെന്ന് പറയുമ്പോൾ 31,15,431 ആണ് 2011 വന്നേക്കണത്. 2001-ൽ വന്നിരിക്കുന്നത് 25,38,473. അപ്പോൾ നമുക്ക് 31 lakh സംതിങ് ആയിട്ടുള്ള ആൻസർ ആണ് എഴുതേണ്ടത്. 31,15,431 ആണ് പൂനെയിലെ പോപ്പുലേഷൻ. ഇനി പൂനെയുടെ പോപ്പുലേഷൻ എന്തോരമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്തിരിക്കുന്ന പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്യുക? നമ്മൾ ഈ 2 വാല്യൂസും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പം 3115,431-ൽ നിന്ന് പൂനെയിലെ പോപ്പുലേഷനായ 2538,473 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിപ്പം ബോറോ ചെയ്ത് വന്നാലും ഒരു 10 മൈനസ് 5 ലാക്ക് സംതിങ് ആയിരിക്കും വരുന്നത്. $31,15,431 മൈനസ് 25,38,473. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,76,958 ആണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിയേറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ലാക്ക് കഴിഞ്ഞിട്ടുള്ള 10,000-ന്റെ പ്ലേസ് ഗ്രേറ്റർ ദാൻ 7 ആണ് വന്നിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 7 വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നെക്സ്റ്റ് ഗ്രേറ്റർ നമ്പറിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യണത്. അപ്പോൾ ഇത് എത്രയായിട്ട് വരും? 6 ലാക്കായിട്ട് വരും. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് പൂനെ എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. വിച്ച് സിറ്റീസ് പോപ്പുലേഷൻ ഇൻക്രീസ് ദ മോസ്റ്റ് ബിറ്റ്വീൻ 2001 ആൻഡ് 2011? 2001-ഉം 2011-ഉം കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം പോപ്പുലേഷൻ വന്നിരിക്കുന്നത് എവിടെയാണ്? അതപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ഓരോന്നിൻ്റെയും ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബംഗളൂരു വരുമ്പോൾ 43-യുടെ ഇരട്ടീനേക്കാൾ കൂടുതലുണ്ട്. 43-യുടെ ട്വൈസ് എന്ന് പറയുമ്പോൾ
86 ആണ് വരുന്നത്. ട്വൈസിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. വേറെ ഒരിടത്തും അങ്ങനെ ട്വൈസ് വന്നില്ല. ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ 24ഉം 90നും പിന്നെ വരുമ്പോൾ 1,98,000 വലിയ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ഇവിടെ എടുത്താലും 36ൻ്റെ ഇരട്ടി 30യുടെ ഇരട്ടിയാണ് തന്നെ 36. പക്ഷേ ഏറ്റവും കൂടുതൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബംഗളൂരുവിൻ്റെ കേസിലാണ് വന്നത്. അപ്പോൾ മാക്സിമം ഇൻക്രീസ്ഡ് അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, അല്ലാതെ കണക്കാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഏകദേശം ഒരു വാല്യൂ വെച്ച് നോക്കാം. ഇരട്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ത്രൈസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. 41,24,644. ബംഗളൂരുവിലെ 2001 വരുന്നതും 2011 വരുന്നത് 84,25,970യും 2001 വരുന്നത് 43,01,326 ആണ്. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 41,24,644. ആർ ദി സിറ്റീസ് ഹൂസ് പോപ്പുലേഷൻ ഹാസ് ഓൾമോസ്റ്റ് ഡബിൾ. ഏകദേശം ഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ബംഗളൂരുവിൽ നമ്മൾ കണ്ടു ഏകദേശം ഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ്. കാരണം ഈ ഹൈദരാബാദിലുണ്ട്, പിന്നെ സൂരത്തിലുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് വഡോദര. അപ്പം ഇതിലെ വാല്യൂസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെയും 36 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 68 മാറിയിട്ടുണ്ട്. ഏകദേശം ഇരട്ടി വന്നിട്ടുണ്ട്. ഇവിടെയും 24, 20ൻ്റെ ചോയ്സ് 40 അപ്പോൾ ഇവിടെയും ഏകദേശം ഇരട്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 15ൻ്റെ ചോയ്സ് എന്ന് പറയുമ്പോൾ 30, 16ൻ്റെ ചോയ്സ് എന്ന് പറയുമ്പോൾ കൂടുതലാണ് വന്നത്. അപ്പം 4 സ്ഥലത്താണ് വന്നിരിക്കുന്നത്: ബംഗളൂരു, ഹൈദരാബാദ്, സൂരറ്റ്, വഡോദര. ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പോൾ 43നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 86 കിട്ടും. പിന്നെ 24ൻ്റെ 2 ടൈംസ് നോക്കുക. 24ൻ്റെ 2 ടൈംസ് നോക്കുമ്പോൾ നമുക്ക് 48, എന്നാലും നിയറർ 2 ആണെന്ന് പറയാൻ പറ്റും. 16ൻ്റെ 2 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് 32 ആണ് വന്നത്. പക്ഷെ ഇവിടെ 35ൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോ വാല്യൂയും സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ബൈ വാട്ട് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈ പാട്നാസ് പോപ്പുലേഷൻ ടു ഗെറ്റ് എ നമ്പർ ഓർ പോപ്പുലേഷൻ ക്ലോസ് ദാറ്റ് ഓഫ് മുംബൈ. മുംബൈയുടെ പോപ്പുലേഷൻ്റെ നിയർ ആയിട്ട് പാട്നയുടെ പോപ്പുലേഷൻ കിട്ടണമെങ്കിൽ ഏത് നമ്പറും കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പം നമ്മളത് രണ്ടും നോക്കുക. പാട്നയുടെ പോപ്പുലേഷൻ നോക്കാം, അതുപോലെ തന്നെ പിന്നെ ഉള്ളത് മുംബൈയുടെ പോപ്പുലേഷൻ നോക്കാം. പാട്നയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2011 വരുമ്പോൾ 16,84,222, മുംബൈയുടെ വരുമ്പോൾ 1,24,42,373. ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 10,000 പ്ലേസ് രണ്ടിടത്തും റൗണ്ട് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് 1,24 lakh എന്ന് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നെക്സ്റ്റ് 4 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ <5 ആണ്. <5 ആകുമ്പോൾ നമുക്കിത് 00 ഇടാം. ഇവിടെ എന്ന് പറയുമ്പം 16,84,000 ഇത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 lakh എന്നും പറഞ്ഞുകൊണ്ട് എഴുതാം. ഇനി എത്ര കൂടുതലാണെന്നല്ലേ നമുക്കിവിടെ അടുത്ത് ചോദിച്ചേക്കണത്. ഇത് ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടുത്തെ 3 സീറോയും വെട്ടിപ്പോയി, ഇവിടുത്തെ 2 സീറോയും വെട്ടിപ്പോയി. പിന്നെ നമുക്ക് വരുന്നത് 124 ഡിവൈഡഡ് ബൈ 17 ആണ്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 point സംതിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. 7.29 എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 7 ആണ് വരുന്നത്. അപ്പം ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് പാട്നയുടെ പോപ്പുലേഷൻ ഈ മുംബൈയുടെ പോപ്പുലേഷനോട് ഏകദേശം നിയർ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്നയുടെ പോപ്പുലേഷൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1,24 lakh എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. ഇനി ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് പാറ്റേൺസ് ഇൻ പ്രോഡക്റ്റിലെ പാറ്റേൺസിനെ പറ്റിയാണ്. റോഡ്സി ആൻഡ് എസ്സു ആർ പ്ലേയിങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അവർക്ക് ഒരു 10, 100, 1000 അങ്ങനത്തെ നമ്പേഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക രീതിയിൽ പെട്ടെന്ന് അവർക്ക് ആൻസർ കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് ഏത് മെത്തേഡാണെന്നാണ് നോക്കണം. ഇപ്പോൾ നമുക്ക് 116 ടൈംസ് 5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 116 ഈ 5ന് പകരം നമ്മൾ എന്തെന്ന് എഴുതും? 10/2 എന്ന് എഴുതും. 10/2 എന്ന് പറയുന്നത് തന്നെ 5 തന്നെയല്ലേ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 116 2 കട്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 116 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 11 പറ്റില്ല, 10 പറ്റുള്ളൂ. 5 ടൈംസ് 16 എന്ന് പറയുന്നത് നമുക്ക് 8 കിട്ടും. അപ്പോൾ 58 എന്ന് കിട്ടും. 58 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 580 കിട്ടും. ഒറ്റയടിക്ക് ആൻസർ കിട്ടിയില്ല. അതുപോലെ തന്നെ 824 ഇൻറ്റു 25. 824 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ ഈ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 8നെയും 4നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 0 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ 0 എഴുതി. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടി. അപ്പോൾ 206 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20,600 എന്ന് കിട്ടി. യൂസിങ് the meaning of multiplication and division, can you explain why multiplying by 5 is same as dividing by 2 and multiplying by 10? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് മാറുന്നത്? ഇപ്പം 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഈ 10/2 ചെയ്തിട്ട് വീണ്ടും 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡിങ് 2 ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ 10 ചെയ്താൽ നമുക്ക് ആൻസർ എത്ര തന്നെയാണ് കിട്ടുന്നത്? 10 തന്നെയാണ് കിട്ടുന്നത്. എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം ആൻസർ തന്നെ 10 എന്ന് പറയുന്നത് തന്നെയാണ് കിട്ടുന്നത്. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? 5നോട് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്ന ആൻസറിലും സെയിം തന്നെ കിട്ടുന്നത്. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഈ ഫിഗർ ഇറ്റ് ഔട്ടിൽ ഫൈൻഡ് ക്വിക്ക് വേ ടു കാൽക്കുലേറ്റ് ദീസ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഏതിൻ്റെ ടൈമിലേക്ക് മാറ്റുക? 100ൻ്റെ ടൈമിലേക്ക് മാറ്റുക. 100ൻ്റെ ടൈമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ കിട്ടും. ഇപ്പോൾ 2 ഇൻറ്റു 17,006 2 ഇൻറ്റു 1,768 ഇൻറ്റു 50. ഇതിലെന്ത് ചെയ്യുക? ഈ 15നെയും 2നെയും ഒരുമിച്ച് എടുക്കുക. 50 ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 100 ആണ് കിട്ടും. ഇനി ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 176820 എന്ന് കിട്ടും. ഇനി അടുത്തത് 72 ഇൻറ്റു 125. 125ന് നമുക്ക് അവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ട്. 1000/8 എന്ന് എഴുതാം. 1000/8 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 72നെ 8നെയും ക്യാൻസൽ ചെയ്യാലോ. 72 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നറിയാം? 9 ആണെന്നറിയാം. അപ്പം 9 ഇൻറ്റു 1000 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 9000. അപ്പോൾ എളുപ്പത്തിൽ കിട്ടി. അടുത്തതിൽ 125 ഇൻറ്റു 40 ഇൻറ്റു 8 ഇൻറ്റു 25. ഇതിൽ ആരെങ്കിലും 100ലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. 100 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 25 കിട്ടും. എന്നിട്ട് ഇൻറ്റു 120 ഇവിടെ 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് 1000 ആയിട്ടാണ് വന്നത്. 125 ഇൻറ്റു 8 ഇൻറ്റു 40. അതിൽ 125 ഇൻറ്റു 8ന് നമ്മൾ എന്തായിട്ട് എഴുതി? 1000 ആയിട്ട് എഴുതി. അപ്പം 100 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1000 ഇൻറ്റു 40 എന്ന് വരും. അതിൻ്റെ അകത്ത് ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. അപ്പം 100 ഇൻറ്റു 1000 ഇൻറ്റു 10. അപ്പോൾ 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1000 എന്ന് എഴുതാം. 1000 ഇൻറ്റു 1000. അപ്പം അതിൻ്റെ ആൻസർ വരുമ്പോൾ 3 zeros പിന്നെ എക്സ്ട്രാ 3 zeros കൂടി ആയിരിക്കും വരുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് ദിസ് പ്രോഡക്റ്റ് ക്വിക്ക്ലി. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 25 നമ്മൾ വീണ്ടും എങ്ങനെ എഴുതുക? 100/4 എന്ന് എഴുതുക. 100/4 ഇൻറ്റു 12 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 4നെയും 12നെയും ഡിവൈഡ് ചെയ്യുക. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 3. ഒന്നിക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയാണ് വന്നത്. അപ്പോൾ 100 ഇൻറ്റു 3 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 300 ആണെന്ന് കിട്ടും. അടുത്ത കേസിലും 25നെ നമ്മൾ എങ്ങനെ എഴുതുക? 100 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 4ഉം 24ഉം കൂടി കട്ട് ചെയ്യുക. 6 ഇൻറ്റു 4 എന്ന് പറയണല്ലേ 24 തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. അപ്പോൾ 100 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 6 എഴുതി, 1 0 എഴുതി, 2 0 കൂടി എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. അടുത്തതിൽ 250 ഇൻറ്റു 120. 250ന് നമ്മൾ എന്തെന്ന് എഴുതുക? 25ന് നമ്മൾ 100/4 എന്ന് എഴുതണം. അപ്പോൾ 250ന് 1000/4 എന്ന് എഴുതുക. ഈ 4ഉം 12ഉം കൂടി ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ 30 ഇൻറ്റു 1000. 30 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 zeros ഉണ്ടായിരിക്കും, പിന്നെ ഒരു 0 കൂടി വരും.
അപ്പോൾ നമുക്ക് 30,000 കിട്ടും. അതുപോലെ തന്നെ 2,500 നമ്മൾ എന്താക്കി മാറ്റുക, 10,000 ഡിവൈഡഡ് ബൈ 4 എന്നാക്കുക. ശരിക്കും 25 എന്ന് പറയുമ്പോൾ 100 എന്ന് എഴുതുക, അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 സീറോസും കൂടി ചെയ്യാം. ഇവിടെയും 4ഉം 12ഉം ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കിട്ടും. അവിടെയും നമുക്ക് ആൻസർ എത്ര തന്നെ കിട്ടും, 30,000 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തതിൻ്റെ അകത്ത് അടുത്ത മെത്തേഡിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യണേന്ന്. അപ്പം 1,200ൻ്റെ ഇവിടെ നമ്മൾ സീറോസ് കൗണ്ട് ചെയ്യുക. ഇവിടെ 3 സീറോസ്, പിന്നെയും ഒരു 3 സീറോസ്, പിന്നെ ഒരു സീറോ, അപ്പം മൊത്തം 7 സീറോസ് ഉണ്ട്. അപ്പോൾ അത് വരാൻ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ 1 lakhം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 സീറോസ് കിട്ടും. പിന്നെ ഒരു 2 സീറോസും കൂടി വരുമ്പോൾ എത്ര സീറോസ് ആയി, ടോട്ടൽ 7 സീറോസ് ആയി. ഇനി ഈ 7 സീറോസും 12ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 1 × 12 ചെയ്യുമ്പോഴല്ല 12 കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 lakhനെ നമ്മൾ 25,000 എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തു. 25,000 ഇവിടെ നമ്മൾ ഇൻറ്റു 4 ചെയ്യാം. ഇതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 48,000 എന്ന് കിട്ടും. 48,000 ഇൻറ്റു, ഇനി ആരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 48,000 ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ 48ഉം 4ഉം കൂടി വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12,000 കിട്ടും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ 1,200 ഇൻറ്റു 1 lakh എന്ന് പറഞ്ഞ് ചെയ്യാം. ഇനി അടുത്ത സെഷൻ പാറ്റേണിൻ്റെ ഇതാണ് വന്നത്. ഹൗ ലോങ് ഈസ് എ പ്രോഡക്റ്റ്, ഇതിൻ്റെ അകത്ത് ആൻസർ കണ്ടുപിടിക്കാൻ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡ്യൂസ് ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ, ഇവാലുവേറ്റ് ദം ടു ഫൈൻഡ് ദ പാറ്റേൺ. ഇതിൻ്റെ അകത്ത് ഓരോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം പാറ്റേൺ ആണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകത എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് വന്നിരിക്കുന്നത് 11 × 11. 11 × 11 എന്ന് പറയുമ്പം 121 ആയിരിക്കും വന്നത്. അത് കഴിഞ്ഞിട്ട് 111 × 111 എന്ന് പറയുമ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യണേ. നമ്മൾ ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 1 2 3 2 1. ഇനി നമ്മളൊരു പാറ്റേൺ വെച്ച് പോവുക. ഇവിടെ 3 1 ആയിരുന്നു, ഇവിടെ 3 1. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ 4 ആയി. 4 ഇത് എത്രയായിട്ട് മാറുക, 1 2 3 4 3 2 1 ബാക്ക്വേർഡ് പോവുക. ഇവിടെ 5 വരുമ്പോൾ എവിടം വരെ എഴുതണം, 1 2 3 4 5 വരെ എഴുതണം. പിന്നെ അതിൻ്റെ ബാക്ക്വേർഡ് വരിക 4 3 2 1. അടുത്തത് വരുമ്പോഴും 6 വൺസുകൾ തമ്മിലാണ്, 6 ഡിജിറ്റ് വണ്ണുകളാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 6 വരെ പോവുക, അതിൻ്റെ ബാക്ക്വേർഡ് എഴുതുക. ഇനി അടുത്തത് 66 × 61 എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4026 ആണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു 6ഉം കൂടി കൂടുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 4കളുടെ എണ്ണവും 2ൻ്റെ എണ്ണവും കൂടി 2 വട്ടം റിപ്പീറ്റ് ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് 440226. അപ്പോൾ ഇവിടെ 3 6 ആയപ്പോൾ 2 4ഉം 2 2ഉം വന്നു. ഇവിടെ 4 6 ആകുമ്പോൾ എത്ര വരും, 4 6 വരുമ്പോൾ ഇവിടെ 4 3ഉം അല്ല 4 എണ്ണം 3 വട്ടവും 2 എണ്ണം 3 വട്ടം, അല്ലെങ്കിൽ ഇവിടുത്തെ കൗണ്ട് ചെയ്താലും മതി. ഇവിടെ 3 6 അല്ലേ ഉള്ളത്. അപ്പോൾ 3 4കളും വരും, 3 2കളും വരും. ഇവിടെ എത്ര 6 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, 1 2 3 4. അപ്പോൾ എത്ര എണ്ണം വരും, 4 4s വരും, പിന്നെ ഒരു 0 എഴുതും, പിന്നെ 4 2s എഴുതും, 6 എഴുതും. ഇവിടെ 5 വരുവാണെങ്കിൽ 5 4s എഴുതും, 0 എഴുതും, പിന്നെ 5 2s എഴുതും, 6 എഴുതും. ഇവിടെ 3 × 5 വരുമ്പോൾ 15 വരും. 33 × 35 എന്ന് പറയുമ്പോൾ 1155. അപ്പോൾ 2 3കൾ വരുമ്പോൾ 2 1ഉം 2 5ഉം. 3 3കൾ വരുമ്പോൾ 3 1ഉം 3 5ഉം. 4 3കൾ വരുമ്പോൾ 4 1ഉം 4 5ഉം. 5 3കൾ വരുമ്പോൾ 5 1ഉം 5 5ഉം. ഇവിടെ നോക്കിക്കേ, 101 × 101 എന്ന് പറയുമ്പോൾ 10,201 എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ നോക്കുക, 1 × 1ൻ്റെ ഇവിടെ വരുമ്പോൾ 2 × 2, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈവൻ നമ്പേഴ്സ് എഴുതും. 101 × 101 വരുമ്പോൾ ആദ്യം 102, പിന്നെ 0 1 എഴുതി. പിന്നെ വരുമ്പോൾ 104 0 4 വന്നു. പിന്നെ വരുമ്പോൾ 106, പിന്നെ ഈ 3 × 3 എന്ന് പറയുന്ന നമ്പറാണ് ലാസ്റ്റ് വന്നത്. 1 × 1 വരുന്നത് ഇവിടെ എഴുതും, 2 × 2 വരുന്നത് ലാസ്റ്റ് എഴുതും, 3 × 3 വരുമ്പോൾ ലാസ്റ്റ് എഴുതും, 4 × 4 എന്ന് പറയുമ്പോൾ 16 വരും, 5 × 5 എന്ന് പറയുമ്പോൾ 25 വരും. പിന്നത്തെ നമ്പേഴ്സ് എന്താണ്, നെക്സ്റ്റ് കിടക്കുന്ന ഈവൻ നമ്പേഴ്സ് എഴുതുക. 102 104 106 108 110. ഒരു പ്രത്യേക തരം പാറ്റേണിലാണ് ഇത് പോണത്. ഇനി നമുക്കിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്
Observe the number of digits in two numbers being multiplied and their product in each case. അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കുക, അതുപോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റും നോക്കുക. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ബീങ് മൾട്ടിപ്ലൈഡ് ആൻഡ് നമ്പർ ഓഫ് ഡിജിറ്റ്, മൾട്ടിപ്ലൈ ചെയ്തത് നമ്പർ ഓഫ് ഡിജിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കാണാൻ പറ്റും 1 ഡിജിറ്റ് നമ്പർ വിത്ത് എ 1 ഡിജിറ്റ് നമ്പർ വി ഗെറ്റ് 1 ഡിജിറ്റ് ഓർ 2 ഡിജിറ്റ് നമ്പർ. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 5 3ഉം 5ഉം രണ്ടും ഓരോ ഡിജിറ്റ് നമ്പേഴ്സാണ്. ഓരോ ഡിജിറ്റ് നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡിജിറ്റ് നമ്പർ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 2 ഡിജിറ്റ് നമ്പർ കിട്ടും. അത്രയും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുള്ളൂ. അതാണ് ആദ്യത്തെ കൺക്ലൂഷൻ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പറയുന്നത് 2 ഡിജിറ്റ് നമ്പറും 2 ഡിജിറ്റ് നമ്പറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 2 ഡിജിറ്റ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഇവിടെ 3 ഡിജിറ്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നോക്കിക്കുക, 2 2 ഡിജിറ്റ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെയും 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, പ്രോഡക്റ്റ് ആയിട്ട് 4 ഡിജിറ്റ് നമ്പർ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒന്നുകിൽ ഒരു ഡിജിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡിജിറ്റ് ഉണ്ടാവും. 2 ഡിജിറ്റ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒന്നുകിൽ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഇനി 3 ഡിജിറ്റും 3 ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 3 ഡിജിറ്റ്, ഇവിടെയും 3 ഡിജിറ്റ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 4 5. അപ്പോൾ നമുക്ക് എത്ര വരും, 3 ഡിജിറ്റ്, 2 3 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രോഡക്റ്റിൻ്റെ അകത്ത് 5 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോക്കിയേ ഇവിടെയും 3 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 2 3 4 5 6 6 ഒന്നുകിൽ 5 ഡിജിറ്റോ അല്ലെങ്കിൽ 6 ഡിജിറ്റോ വരും. ഇനി നമ്മൾ 4 ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് 4 ഡിജിറ്റ്, ഇതും 4 ഡിജിറ്റ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 വരുന്നുണ്ട്. പിന്നെ 4 ഡിജിറ്റ് വെക്കുമ്പോൾ 1 2 3 4 5 6 7 8 ഇവിടെയും 8 വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ 1 2 3 4 5 6 7 ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിലോ ഒന്നുകിൽ 7 ഡിജിറ്റ് നമ്പറോ അല്ലെങ്കിൽ 8 ഡിജിറ്റ് നമ്പറോ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് അവിടെ ആ പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ബാക്കിത്തെ പോർഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.